ഹായ് ഓൾ, നമുക്കിന്നൊരു ക്രീമി ചിക്കൻ പാസ്ത ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുപ്പ് ഓണാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായ പാസ്ത ഇടുക. പാസ്ത ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പാസ്തയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് വേവിക്കുക. ഏകദേശം ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. പാസ്ത റെഡിയായതിനു ശേഷം നമുക്കിത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഞാൻ ഡ്രെയിൻ ചെയ്യുന്ന പാത്രത്തിലോട്ട് പാസ്ത മാറ്റിയിട്ടുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം പരസ്പരം പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ ഒഴിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കൻ ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ആഡ് ചെയ്യാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് പാപ്രിക്ക പൗഡറാണ് കേട്ടോ. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ടാലും മതി. അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു ഘടകമാണ് നമ്മുടെ ഒറിഗാനോ. അപ്പോൾ അതും ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നീട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യം വരുന്ന മസാലകൾ. ഈ മസാലകളെല്ലാം ഇട്ട് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴത്തെ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പാസ്തയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ തക്കാളി എടുക്കാൻ. അപ്പോൾ നമ്മളത് ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പകുതി സവാളയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാള, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റുക. എണ്ണയിലിട്ട് വഴറ്റി ഏകദേശം ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഈ തക്കാളിയിലേക്ക് ആവശ്യമായ ഉപ്പിടുക കേട്ടോ. ഉപ്പിടാൻ ആരും മറന്നു പോകരുത്. ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് പിന്നീട് വേണ്ടി വരുന്നത് പാപ്രിക്ക പൗഡറാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരി ചില്ലി പൗഡറില്ലേ, അതിട്ടാലും മതി കേട്ടോ. ശേഷം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇനി നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായിട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതിൽ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, അത് തന്നെയാണ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ഒരു സവാള, 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് രണ്ടും ഇട്ട് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇടുക. അപ്പം നിങ്ങളുടെ എരിവിന് ആവശ്യമായ അത്രയും ക്രഷ്ഡ് ചില്ലി ഇടുക കേട്ടോ. ശേഷം 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ ഇതിന് നമുക്ക് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. ഈ ടൈമിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച തക്കാളി, വെളുത്തുള്ളി, സവാളയുടെ ആ മിക്സ് ഇല്ലേ, അത് ഞാൻ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് അത് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് തിള വന്ന് തുടങ്ങും. ഈ തിള വന്ന് തുടങ്ങുന്ന സമയത്തിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുക. ശേഷം നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതായത് ചിക്കനും പാസ്തയും ഈ ഗ്രേവിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാസ്തയ്ക്ക് ഒരു ക്രീമി ടെക്സ്ചർ വരും കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് അവസാനിച്ചിരിക്കുകയാണ്. ക്രീം ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പാസ്ത മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇതെല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ബായ്.